السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. ഇൽത്തിഖാഉ സാക്കിനൈൻ അഥവാ രണ്ട് സുക്കൂനുള്ള ഹർഫുകൾ ചേർന്ന് വരിക, അടുത്തടുത്തായി വരിക. ഇത് സാധാരണ നിലയിൽ പാടില്ലാത്തതായ ഒരു കാര്യമാണ്. ഭാഷാ നിയമത്തിൻ്റെ അടിസ്ഥാന വശങ്ങൾ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ. എന്നാൽ നാം പറയുകയുണ്ടായി, പരിശുദ്ധ ഖുർആനിൽ ഒറ്റപ്പദത്തിലായി സാക്കിനായ രണ്ട് ഹർഫുകൾ ചേർന്ന് വരുന്നത് ദീർഘം നൽകിക്കൊണ്ട് പരിഹരിക്കപ്പെടുന്നു. അസ്സാഖ വലദ്ദാല്ലീൻ പോലെയുള്ള. അതുപോലെ തന്നെ വഖഫിൻ്റെ സന്ദർഭത്തിൽ റബ്ബിൽ ആലമീൻ, ഖദീർ എന്നൊക്കെ വഖഫ് ചെയ്യുന്നു. അതുപോലെ സഹീഹായ അക്ഷരങ്ങളാണെങ്കിൽ അൽ ഫസ്ൽ, വൽ ആസ്ർ, അൽ അമർ എന്നിങ്ങനെ വഖഫിൽ എന്ത് വരുന്നു? രണ്ട് സുക്കൂനുകൾ ചേർന്ന് വരുന്നു. അത് സാധാരണ അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ രണ്ട് പദങ്ങളിലായി വേറിട്ട് വരുമ്പോൾ ഒന്നുകിൽ അതിനെ പരിഹരിക്കേണ്ടത് ഹദ്ഫ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ തഹ്രീക്ക് എന്നും നാം പറയുകയുണ്ടായി. ഹദ്ഫിൻ്റെ ഉദാഹരണവും ഇന്നലെ സൂചിപ്പിച്ചു. വഫിൽ അർദി എന്ന ഉദാഹരണം പോലെ വഫീ അൽ അർദി എന്നാണ് ശരിക്കുള്ളത്. പക്ഷേ അവിടെ ലാമിൻ്റെ സുക്കൂൻ ഉച്ചരിക്കേണ്ടതിനാൽ ഫീ എന്ന സാക്കിനായ യാഇനെ ഒഴിവാക്കുന്നു, വഫിൽ അർദി എന്നാക്കി മാറ്റുന്നു. അതുപോലെ വഇദ് ഖാലു അല്ലാഹുമ്മ എന്നത് വഇദ് ഖാലു അല്ലാഹുമ്മ ഹാദിരി അൽ മസ്ജിദിൽ ഹറാം, ഹാദിരിൽ മസ്ജിദിൽ ഹറാം. ഇതാണ് രണ്ട് സാക്കിനുകൾ അടുത്ത് വരുമ്പോൾ അതിന് പരിഹാരമായി ഹദ്ഫ് ചെയ്യണം, അതിനെ കളയണം. ഹർഫുൽ മദ്ദിനെ, ദീർഘാക്ഷരത്തെ ഹദ്ഫ് ചെയ്ത് കളഞ്ഞുകൊണ്ട് പരിഹരിക്കണം എന്ന് പറഞ്ഞത്. എന്നാൽ തഹ്രീക്കാണ് അവശേഷിക്കുന്നത്. ഈ കാര്യം നമ്മുടെ റിവായത്ത് ആയ ഇമാം ഹഫ്സ് ഇബ്നു സുലൈമാൻ ഇബ്നുൽ മുഗീറ അൻ ആസിം, ഇതാണല്ലോ നമ്മുടെ റിവായത്ത്. നമ്മുടെ റിവായത്ത് പ്രകാരം അസ്ലിൽ ആദ്യാക്ഷരത്തിന് രണ്ട് സാക്കിനായ അക്ഷരങ്ങൾ ചേർന്ന് വരുമ്പോൾ ആദ്യാക്ഷരത്തിന് കസ്ർ കൊടുക്കുക എന്നതാണ്. ഏതുപോലെ ഖുലിദ്ഉല്ലാഹ, ഖുൽ ഉദ്ഉ എന്നായിരുന്നു. അതിലെ ഹംസത്തുൽ വസ്ലിനെ കളയുമ്പോൾ ഖുൽ എന്ന ലാമിന് കസ്ർ കൊടുത്തുകൊണ്ട് ദാലിൻ്റെ സുക്കൂൻ ഉച്ചരിക്കണം, ഖുലിദ്ഉല്ലാഹ. അതുപോലെ ലീനിൻ്റെ ഹർഫായ തൊറഫൈ അന്നഹാർ എന്നത് തൊറഫയിൻ നഹാർ. ബൈന യദൈ അല്ലാഹ്, ബൈന യദയില്ല. വേറെയും ഉദാഹരണങ്ങളാണ്. വഖാലത് ഇഖ്റുജ് അനിഖ്തുലു അവിഖ്റുജു അവിദ്ഉർ റഹ്മാൻ അവിൻഖുസ് വലഖദ് ഇസ്തുഹ്സിഅ എന്നതൊക്കെയും. മറ്റു പല ഖാരികളും ഇവിടെ തായിൻ്റെ കസ്ർ വഖാലത്തി എന്നത് വഖാലത്തു ഖുറുജ്, അല്ലെങ്കിൽ അനിഖ്തുലു അനുഖ്തുലു അവിദ്ഉർ റഹ്മാൻ അവ്ദുർ റഹ്മാൻ എന്നൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഹഫ്സിൻ്റെ റിവായത്തിൽ ആ അക്ഷരങ്ങൾക്കൊക്കെയും ആദ്യാക്ഷരങ്ങൾക്ക് കസ്റാണ് കൊടുക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. കൂടാതെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തൻവീനിനെ ഹറക്കത്താക്കി മാറ്റണം എന്നത്. ബിറഹ്മത്തിൻ ഉദ്ഖുലു, ബിറഹ്മത്തിൻ ഇദ്ഖുലു എന്ന് പറയണം. വലാ യുദ്ലമൂന ഫതീല ഉൻദുർ, സൂറത്തുൻ നിസായിൽ അവിടെ ചേർത്ത് ഓതുകയാണെങ്കിൽ ഫതീല നിൻദുർ. അതുപോലെ ഖൈറുൻ ഇഹ്ബിതു, ഖൈറുൻ ഇഹ്ബിതു. സൂറത്തുൽ ഖിയാമയിൽ യൗമ ഇദിൻ അൽ മുസ്തഖർ, യൗമ ഇദിനിൽ മുസ്തഖർ എന്നിങ്ങനെ
തൻവീനിനെ കസ്റുള്ള നൂനാക്കി മാറ്റി ഉച്ചരിക്കണം. അതും തഹ്രീക്കിൻ്റെ ഹറക്കത്ത് നൽകലിൻ്റെ ഉദാഹരണമാണ്. എന്ന് വെച്ചാൽ തൻവീൻ ഫിൽ അസ്ൽ യഥാർത്ഥത്തിൽ സുക്കൂനുള്ള നൂനാണ് അതിൻ്റെ ശബ്ദം. അൻ അല്ലെങ്കിൽ യൗമ ഇദിൻ എന്ന് പറയുമ്പോൾ അവിടെ സാക്കിന നൂനിനെയാണ് ഉച്ചരിക്കുന്നത്, അതിനെ കസ്റാക്കുക എന്ന് മാത്രമാണ് അവിടെ ചെയ്യേണ്ടതുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.